ഓ നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഫസ്റ്റ് ഓഫ് ഓൾ വിസിഡിക്കും ടെഡെക്സിനും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആ, അതെ, ആദ്യം തൊട്ട് തുടങ്ങാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ജീവിതത്തിൽ മറന്നുപോയ ചില ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും ദൈവം അത് മറക്കാതെ നമ്മൾ പോലും അറിയാതെ നമുക്ക് നടത്തി തരും എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നിവിടെ നിൽക്കത്തില്ല. ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ പേര് രാഹുൽ രാമചന്ദ്രൻ എന്നാണ്. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, ഒരു കോണ്ടൻറ് ക്രിയേറ്ററാണ്, ഒരു കുഞ്ഞ് ഓൺട്രപ്രണറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതും എല്ലാവരും സംസാരിക്കുന്നതും റെസൊല്യൂട്ടാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. സോ എൻ്റെ റെസൊല്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 ഞാൻ +1 +2 കഴിഞ്ഞിട്ട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമ പഠിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അമ്മ പറയുകയാണ്, സിനിമ ഒഴികെ നീ വേറെ എന്ത് വേണമെങ്കിലും പഠിച്ചോ എന്ന്. അമ്മയുടെ ആദ്യത്തെ റെസൊല്യൂട്ടായിരുന്നു, എൻ്റെ അല്ല, അമ്മയുടെ ആദ്യത്തെ റെസൊല്യൂട്ടായിരുന്നു, നീ സിനിമ ഒഴികെ വേറെ എന്ത് വേണമെങ്കിലും പഠിച്ചോ എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ആ ടൈമിലാണ് ഉസ്താദ് ഹോട്ടൽ സിനിമ ഇറങ്ങുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ല ഭയങ്കര കളർഫുള്ളായിരുന്നൊരു പരിപാടി. കൂട്ടത്തിൽ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ഹാങ് ഓവറും. അപ്പം ബാംഗ്ലൂർ പോയി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുക എന്നുള്ളൊരു റെസൊല്യൂട്ടിലോട്ട് ഞാൻ വരുന്നു. അമ്മ അത് സമ്മതിക്കുന്നു. ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ആണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ ഇനി അങ്ങോട്ടുള്ളൊരു കുറച്ച് വർഷത്തെ ഏറ്റവും വലിയ ശത്രു ഇംഗ്ലീഷ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, നിങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിരുന്നത് കാലത്തിൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടീച്ചർ വരികയും ടീച്ചർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതായത് ഒരു ചാപ്റ്റർ ഇംഗ്ലീഷ് ടീച്ചർ വരുന്നു, അത് വായിച്ചിട്ട് അതിന് മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരും. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഈ മുറി ഇംഗ്ലീഷുമായിട്ട് ബാംഗ്ലൂർ പോയപ്പോൾ ആകപ്പാടെ ഞാൻ പെട്ടു. കാരണം വളരെ കുറച്ച് മലയാളികളേ ഉള്ളൂ. ഞാനാണെങ്കിൽ മറ്റേ ഐ ആം കമ്മിങ് ഫ്രം എന്നൊക്കെ പറയാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു ടൈം. അങ്ങനെ ഇരിക്കുമ്പം ക്ലാസ്സിലെ ഒരു സുന്ദരിയായ ഒരു നോർത്ത് ഇന്ത്യൻ ബംഗാളി പെൺകുട്ടി എന്നെ ജംഗ്ലി എന്ന് വിളിച്ച് കളിയാക്കി. അപ്പോൾ എനിക്ക് ജംഗ്ലി എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവരൊക്കെ ചിരിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തോ ഒരു മോശമായ സാധനമാണ് ജംഗ്ലി. കാരണം എൻ്റെ ഈ മുറി ഇംഗ്ലീഷും എൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് വന്ന് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ആയിരുന്നു. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ജംഗ്ലി എന്ന് വിളിച്ച് എന്നെ കളിയാക്കുകയും ഇവരെല്ലാവരും ഇത് കേട്ട് ചിരിക്കുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റെസൊല്യൂട്ട്. എൻ്റെ ഉറച്ച തീരുമാനം അതായിരുന്നു, എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക, എന്നിട്ട് ഈ പെൺകൊച്ചിൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യുക എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ദൃഢമായ ഒരു തീരുമാനം. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് ട്യൂഷന് പോകാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണാനുള്ള ഗാഡ്ജറ്റ്സോ ഒന്നും എൻ്റെ കയ്യിലില്ല. എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണമെന്നും വലിയ പിടിയില്ല. ബേസിക്കലി പഠിക്കുന്നതിനേക്കാൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മുറി ഇംഗ്ലീഷ് വെച്ച് സംസാരിക്കാൻ ഞാൻ ഓക്കെ ആവാൻ, പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പേടിയാണ്. കാരണം അവരെങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് കരുതും. ഇതായിരുന്നു എൻ്റെ ബേസിക് പ്രശ്നം. ഈ ട്യൂഷനിലും ഇംഗ്ലീഷ് സിനിമകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ PGയിൽ നിന്ന് ഞാൻ എൻ്റെ കോളേജിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് എന്നും കാണാറുള്ള ബോർഡുകളാണ്, ഒരുപാട് ബിൽ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബോർഡുകൾ എൻ്റെ കണ്ണിൽപ്പെട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഈ ബോർഡിനെ ശ്രദ്ധിക്കുന്ന അന്നാണ്. സോ ബേസിക്കലി ഈ ബോർഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് സോന ബെൽറ്റില്ലേ, നമ്മുടെ നടുവിൻ്റെ പ്രശ്നം മാറുന്ന സോന ബെൽറ്റിൻ്റെ ബോർഡ്, ഒന്ന് ICICI പ്രുഡൻഷ്യൽ ഇൻഷുറൻസ് എടുക്കാം, ഏഞ്ചൽ ബ്രോക്കിംഗ്, ഇതൊക്കെയാവും. പക്ഷേ ഈ ബോർഡുകളിൽ എന്നെ അട്രാക്ട് ചെയ്ത സാധനം എന്ന് പറയുന്നത്, ഇതിൻ്റെ താഴെ ഒരു സംഭവം എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ടോൾ ഫ്രീ നമ്പർ, ഫോർ ഇൻഷുറൻസ് പ്ലീസ് കോൾ ദിസ് ടോൾ ഫ്രീ നമ്പർ. ഇത് നല്ല റെഡി കിട്ടി. ഞാൻ പിറ്റേ ദിവസം തന്നെ റൂമിലെത്തിയ അന്ന് വൈകുന്നേരം തന്നെ റൂമിലെത്തുകയും എൻ്റെ പഴയ കാമുകിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം എടുത്ത് നേരെ ഇടുകയും ഈ ടോൾ ഫ്രീ നമ്പർ വിളിച്ചു. ആരെയും മോന്താണെന്നാ, നമ്മൾ ആരാണെന്ന് അറിയണ്ട. ഫസ്റ്റ് തന്നെ സോന ബെൽറ്റ് വിളിച്ച്, ഐ വാണ്ട് സോന ബെൽറ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ. പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും സോന ബെൽറ്റ് വിളിക്കുന്നു, പ്രുഡൻഷ്യലിൽ വിളിക്കുന്നു, ഏഞ്ചൽ ബ്രോക്കിംഗ് വിളിക്കുന്നു, അവരുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഒരു ദിവസം പ്രീതിയാണെങ്കിൽ രണ്ടാം ദിവസം ഋഷം, മൂന്നാം ദിവസം എനിക്ക് രാജീവ്. അങ്ങനെ ഓരോ ട്യൂട്ടേഴ്സിനും എനിക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും സോന ബെൽറ്റിൽ നിന്നും കിട്ടുകയാണ്. ഞാൻ പടപടയെന്ന് ഇംഗ്ലീഷ് പഠിച്ചു വരിക. അങ്ങനെ എല്ലാം സമാധാനമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം ഇതുപോലൊരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ എൻ്റെ മുറി ഇംഗ്ലീഷ് അറിയാം, ഞാൻ ഈ പറഞ്ഞ പോലെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ ഈ മുറി ഇംഗ്ലീഷ് കേട്ടിട്ടാണെന്ന് അറിയത്തില്ല ഈ പെൺകുട്ടി എടുത്ത് വെച്ചു. സോ വേർ യു ഫ്രം? വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നത് ഐ ആം എ മലയാളി, കേരള. ഓക്കെ സാർ, നോ പ്രോബ്ലം, ഐ വിൽ ട്രാൻസ്ഫർ ദ കോൾ ടു മലയാളി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്. ഇതാ അടക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് പഠനം അവിടെ അവസാനിച്ചു എന്ന് കരുതി ഞാൻ. അവർ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അവർ നേരെ ഒരു മലയാളി എക്സിക്യൂട്ടീവിനെ കൊടുക്കുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നു. സാർ സോന ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് നാളെ പറയുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ വീണ്ടും ഒരു ഐഡിയ കിട്ടി. പിറ്റേ ദിവസം തൊട്ട് വീണ്ടും വിളിക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കണം സാർ വേർ ആർ യു ഫ്രം എന്ന് വെച്ചാൽ അപ്പം ഞാൻ പറയും ഐ ആം ഫ്രം നാഗാലാൻഡ് ഓർ ഐ ആം ഫ്രം മണിപ്പൂർ. കാരണം എനിക്ക് ഉറപ്പാണ് നാഗാലാൻഡും മണിപ്പൂരും സംസാരിക്കുന്ന ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവ് അവർക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ വീണ്ടും എൻ്റെ ഇംഗ്ലീഷ് പഠനം തുടങ്ങി. ഏകദേശം ഒരു 2-2.5 മാസത്തിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കുകയല്ല ചെയ്ത് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടി. ആരടുത്തും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കോൺഫിഡൻസ് കിട്ടി. അന്ന് തന്നെ ജംഗ്ലി എന്ന് വിളിച്ച് കളിയൊക്കെ പുള്ളിക്കാരിയുടെ മുമ്പിൽ ഞാൻ തിളങ്ങി. 2 വർഷം ആ പുള്ളിക്കാരി ഞാൻ ഡേറ്റ് ചെയ്തു. അതും ഇംഗ്ലീഷിൽ ഞാൻ ഡേറ്റ് ചെയ്തു. ഞാൻ വളരെ സന്തോഷവാനായിട്ട് കോളേജിൽ നിന്നു. ആ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം അറ്റ് ദ ടെഡെക്സ് റൈറ്റ് നൗ, ഐ എം നോട്ട് എ ജംഗ്ലി എനിമോർ. ഓക്കെ. സോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. നല്ലൊരു കോളേജ്, 3 വർഷം ഹോട്ടൽ മാനേജ്മെൻറ്റും പരിപാടിയും കഴിഞ്ഞ് വളരെ ബിലോ ആവറേജ് ആയിരുന്നു എനിക്ക്. എങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, കോളേജ് ക്യാമ്പസ് സെലക്ഷനിൽ ജോലി കിട്ടുന്നു. വലിയൊരു ഹോട്ടൽ ചെയിനിൽ ജോലി കിട്ടുന്നു. അതും ട്രിവാൻഡ്രത്ത് തന്നെ ജോലി കിട്ടുന്നു. ഞാൻ തിരിച്ചെൻ്റെ നാട്ടിൽ വരുന്നു. നല്ല സാലറി, നല്ല കുടുംബം, നല്ല രീതിയിൽ ഡേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ആഗ്രഹം ഇങ്ങനെ വിതുമ്പി പൊട്ടുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പോഴാണ് എൻ്റെ പണ്ട് മുതലേ മൊബൈൽ ഫോണുകളിൽ ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഡയറക്ടർ വീണ്ടും വിളി വരുന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊക്കെ പറയും ക്രിമീഡിയ എന്ന് പറയും. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും ഇതിന് പിറകെ പോകുന്നതാണ് ക്രിമീഡിയ എന്ന് പറയും. അങ്ങനെ ആ ഒരു ത്വര എനിക്ക് വീണ്ടും വരുന്നു. ഞാനൊരു വർഷം ബ്രേക്ക് എടുത്ത് സിനിമ ട്രൈ ചെയ്തിട്ട് വരട്ടെ എന്ന് എൻ്റെ സുപ്പീരിയർ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കുന്നു. അവർ സമ്മതിക്കുന്നു. ഞാനങ്ങനെ സിനിമയിലോട്ട് വരാനായിട്ട് 1 വർഷം ബ്രേക്ക് എടുത്ത് 1 വർഷത്തിൻ്റെ അകത്ത് കുറച്ച് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും ഉണ്ടായതുകൊണ്ട് ഒരു കുഞ്ഞു സിനിമ ജീമ്പൂമ്പ എന്ന് ഇവിടെ എഴുതിയിരുന്ന ആ കുഞ്ഞു സിനിമ ഞാൻ ചെയ്യുന്നു. സിനിമ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നതിലല്ല, 24-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്തു. അതിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. അത് വിചാരിച്ച പോലെ വർക്കായില്ല. അപ്പോൾ ഈ പരാജയത്തിൻ്റെ ട്രോമയും അതിൻ്റെ വിഷമവും എല്ലാം കാരണം തിരിച്ച് വീണ്ടും ജോലിയിലോട്ട് പോവാം. അല്ലെങ്കിൽ അത് ജോലിയോടെ ഉണ്ടല്ലോ ഇപ്പോൾ. ജോലിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ആ പെൺകുട്ടിയെ ഞാനിപ്പോൾ എൻ്റെ ഭാര്യ എന്നാണ് വിളിക്കാറുള്ളത്. ഇപ്പം എൻ്റെ ഭാര്യ, എൻ്റെ ചിന്നു, ഞാൻ ചിന്നു എന്ന് പൊതുവെ വിളിക്കുക. ശ്രീവിദ്യ മുല്ലശ്ശേരി എന്നാണ് ടാക്സിയുടെ പേര്. അതിന് എൻ്റെ ഭാര്യയെ ഞാൻ പരിചയപ്പെടുന്നു. 24 വയസ്സ് വരെ എൻ്റെ അമ്മ എങ്ങനെ എന്നെ വളർത്തിയോ, ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെ വളർത്തിയോ, അതുപോലെ എൻ്റെ 30-ാമത്തെ വയസ്സ് വരെ, ഈ കഴിഞ്ഞ 30-ാമത്തെ വയസ്സ് വരെ എന്നെ പൊന്നുപോലെ എൻ്റെ ഭാര്യ നോക്കി. കാരണം 2ാമത്തെ സിനിമ ഒരുപാട് സമയമെടുത്തു. സുരേഷ് ഗോപി 251 എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അത്. അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് പ്രൊഡക്ഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ ബാങ്ക്രപ്റ്റ് സമയത്ത് എന്നെ എൻ്റെ ഭാര്യ അന്തസ്സായിട്ട് നോക്കുകയും, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ ചിലവിലാണ് ഞാൻ ജീവിച്ചിരുന്നതെന്ന് വളരെ പ്രൗഡായിട്ട് ഞാൻ ഇന്നും പറയും. ഭാര്യയുടെ ചിലവിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് ഞാൻ ഇന്നും പ്രൗഡായിട്ട് പറയുന്ന പോലെ ഞാനങ്ങനെ അതൊക്കെ തരണം ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ വളരെ യാദർശികമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ യാദർശികമായിട്ട് കക്ഷിയുടെ നാട്ടിൽ തെയ്യം കാണാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് തെയ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ തെയ്യം കാണാനായിട്ട് കാസർഗോഡ് പോവുകയും പോയ സമയത്ത് എന്താ പറയുക, ആ ഒരു കലാരൂപം അത്രയും എന്താ പറയുക രസകരമായിട്ടുള്ളൊരു കലാരൂപം ഞാൻ കണ്ടതുപോലെ തന്നെ എൻ്റെ ഫോളോവേഴ്സും എൻ്റെ സുഹൃത്തുക്കളും, 10-30,000 ഫോളോവേഴ്സേ ഉള്ളൂ, അവർക്കൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും. അതിലൂടെ വെറുതെ തുടങ്ങിയ തമാശയ്ക്ക് തുടങ്ങിയ ഒരു കഥ പറച്ചിൽ, ഒരു സ്റ്റോറി ടെല്ലിങ് ഇന്ന് എത്തി നിൽക്കുന്നത് ഏകദേശം 3 ലക്ഷത്തോളം ഫോളോവേഴ്സും സെയിം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. ഞാനൊന്നും മനസ്സിൽ പോലും വിചാരിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയാം. അതായത് ദൈവം ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് കൊണ്ടുതരുന്നത് പോലെ ഓഫ് കോഴ്സ് എഫേർട്ട് ഉണ്ടായാൽ അതിൽ ഞാൻ ഇന്ന് എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിൽ ചെറിയ PKV കിച്ചൺ ഉണ്ട്. തനി ട്രിവാൻഡ്രം കിച്ചൺ എന്നാണ് പേര്. കാസർഗോഡ് ഒരു ചെറിയ ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, കറ്റേർ എന്ന് പറഞ്ഞിട്ട്. പ്ലസ് ഈ പറഞ്ഞ സുരേഷ് ഗോപി സിനിമ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച സ്ക്രിപ്റ്റുകളിലൊന്നാണ്. അത് ദൈവം സഹായിച്ചാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ യൂണിവേഴ്സ് മൊത്തം കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ബൈ നെക്സ്റ്റ് ഇയർ വരുന്നുണ്ടാവും. സോ ബേസിക്കലി ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റോറി. അപ്പം ഞാനിതിൽ റെസല്യൂട്ടിൻ്റെ കൂടെ ഇതെല്ലാം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ തീരുമാനിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്നെ ബാംഗ്ലൂരിലോട്ട് വിടാൻ വേണ്ടി അമ്മ എടുത്ത തീരുമാനം
രണ്ടാമത് എല്ലാവരെയും മുമ്പ് വെച്ചിട്ട് എന്നെ കളിയാക്കണമെന്ന് എൻ്റെ എക്സ് എടുത്ത തീരുമാനം. മൂന്നാമത് ഞാൻ ജോലി വിട്ടിട്ട് സിനിമയിലോട്ട് പോകുമ്പോഴത്തേക്കും പോയിട്ട് വാ എന്ന് പറഞ്ഞു വിട്ട എൻ്റെ സഹപ്രവർത്തകരുടെ തീരുമാനം. നാലാമത് ഇന്ന് എന്നെ ഇവിടേക്ക് വിളിച്ച നിങ്ങളുടെ തീരുമാനം. അഞ്ചാമത് എന്നെ പ്രേമിക്കാനും എന്നെ കല്യാണം കഴിക്കാനും എൻ്റെ വൈഫ് എടുത്ത തീരുമാനം. സോ നമ്മുടെ തീരുമാനവും അവരുടെ ബാക്കി ചുറ്റുമുള്ളവരുടെ തീരുമാനങ്ങളും ഒരുമിച്ച് വർക്കാവുമ്പോഴാണ് നമ്മുടെ ലൈഫ് എൻ്റെതുപോലെ ഇപ്പോഴത്തെ പോലെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽഡ് ലൈഫായി മാറുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ തീരുമാനങ്ങളെ വിശ്വസിക്കുക. അത് നിങ്ങളുടേതാണെങ്കിലും ബാക്കിയുള്ളവരുടെ ആണെങ്കിലും തീരുമാനങ്ങളെ വിശ്വസിക്കുക. തീരുമാനങ്ങൾ നിങ്ങൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയും അവരുടെയും തീരുമാനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് ഫുൾഫിൽ ആകുമെന്ന് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ എന്നെപ്പറ്റിയും ഈ പറഞ്ഞ റെസല്യൂട്ടിനെ പറ്റിയും പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നാൽ അങ്ങനെയാണ്.